ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖല്ലേ? എങ്ങനെയുണ്ട് പഠനമൊക്കെ? നമ്മുടെ LDC എക്സാം വരാറായി അല്ലേ? നോട്ടിഫിക്കേഷൻ വരുന്നു എന്നറിയുമ്പോൾ മനസ്സിൽ ഒരു സന്തോഷമില്ലേ? പക്ഷെ അതേസമയം ഈ എക്സാം എഴുതാൻ ലക്ഷക്കണക്കിന് ആളുണ്ടെന്ന് ഓർത്തിട്ട് ഡിപ്രഷൻ അടിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം പേരും. ഈ പറയുന്ന ഞാനടക്കം അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. മെൻ്റലി നമുക്ക് ഭയങ്കര സ്ട്രെസ്സ് നൽകുന്ന എക്സാമാണ് PSC പരീക്ഷ എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് ആളുകൾ എഴുതാനുണ്ട് ഈ എക്സാം. അതോടൊപ്പം ഏജ് ഓവർ ആകാൻ പോകുന്നു എന്നൊരു പേടിയും ഉണ്ടാവും. വീട്ടിലെ ജോലി കാരണം അല്ലെങ്കിൽ പഠിക്കാൻ സമയമില്ലായ്മ, ഇതൊന്നും കൂടാണ്ട് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും നിരുത്സാഹപ്പെടുത്തൽ, PSCക്ക് പഠിക്കാതെ വേറെ വല്ല ജോലിക്കും പോയിക്കൂടെ എന്ന അനാവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ, ഇതെല്ലാം കൂടി ആവുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് വർദ്ധിക്കുകയും അതുപോലെ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറയുകയും ചെയ്യും. ഇതൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാൻ എന്തായാലും പഠിക്കുന്നും അതുപോലെ ആദ്യത്തെ 10 റാങ്കിനുള്ളിൽ എത്തും, അഡ്വൈസ് കയ്യിൽ കിട്ടുന്നത് വരെ ഞാൻ പഠിക്കും, ഇങ്ങനെയൊരു ദൃഢനിശ്ചയം ചെയ്ത വിദ്യാർത്ഥിക്ക് ഒരു എക്സാം എന്നല്ല, ഏത് എക്സാമും ഏത് PSC എക്സാമും സിമ്പിളായിട്ട് തോന്നും. കാരണം അവർക്ക് ഏറ്റവും നല്ല മോട്ടിവേഷൻ കിട്ടുന്നത് അവരിൽ നിന്ന് തന്നെയാണ്. അതായത് അവരുടെ ദൃഢനിശ്ചയം തന്നെയാണ് അവരുടെ ബെസ്റ്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ദൃഢനിശ്ചയം നിങ്ങൾക്കും കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുന്നത് ഒഴിവാക്കുക. അതായത് ഞാൻ പറയുന്നത്, നിങ്ങൾ ചിന്തിക്കും ഒരുപാട് പേര് കോച്ചിങ്ങിന് പോകുന്നുണ്ട്, ഒരുപാട് പേര് എക്സാം എഴുതുന്നുണ്ട്, ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. ഇതൊന്നും ചിന്തിക്കാതിരിക്കുക. നിങ്ങളുടെ പഠന നിലവാരം എന്താണെന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ കൃത്യസമയമുണ്ട്, അതുപോലെ പഠന രീതിയുണ്ട്, നിങ്ങൾ പഠിക്കുന്നത് കൃത്യമായിട്ട് ടോപ്പിക്കൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പഠിക്കുന്നുമുണ്ട്. അപ്പോൾ മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മളിപ്പോൾ ഏതൊരു PSC എക്സാം എടുത്തു കഴിഞ്ഞാലും കുറേ വർഷങ്ങളായിട്ട് പഠിക്കുന്നവരുണ്ടാവും, അതുപോലെ തന്നെ ആദ്യമായിട്ട് പഠിക്കുന്നവരുണ്ടാവും. നിങ്ങളിപ്പോൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളായാലും നിങ്ങളുടെ മനസ്സിൽ നേടണം എന്ന ഒരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നേടാൻ കഴിയും. നിങ്ങളൊരു കാര്യം ചെയ്യുക, എന്താണെന്ന് വെച്ചാൽ എന്നും അതിരാവിലെയും അതുപോലെ കിടക്കാൻ നേരവും നിങ്ങളുടെ കയ്യിൽ അഡ്വൈസ് ലെറ്റർ കിട്ടുന്നതും ജോലി കിട്ടുന്നതും വീട്ടുകാർ നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കുന്നതും എല്ലാം ഒരു സ്വപ്നം പോലെ കണ്ടുകൊണ്ടിരിക്കുക. സ്വപ്നമായിട്ട് കണ്ടിരിക്കാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്വപ്നങ്ങളാണ് നമ്മുടെ ബെസ്റ്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയൊരു കാര്യം മനസ്സിൽ ഉറപ്പിച്ച ശേഷം പഠനത്തിലേക്ക് കിടക്കുക. അതിനായിട്ട് ആദ്യം വേണ്ടത് കാതലായ കാര്യങ്ങൾ ആദ്യം പഠിക്കുക എന്നുള്ളതാണ്. അതായത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതൊരു എക്സാമിനായാലും ബേസ് സെറ്റാക്കണം. അതിനായിട്ട് നിങ്ങൾക്ക് SCERTയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പിലോ കോച്ചിങ് ക്ലാസ്സിനോ പോയി ചേരാം, അല്ലെങ്കിൽ റാങ്ക് ഫയൽ വായിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, എന്നിട്ട് ബേസ് സെറ്റാക്കുക. പിന്നീട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ PYQ എടുത്തിട്ട് ബേസിക് കാര്യങ്ങളിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് പ്രത്യേകം മാർക്ക് ചെയ്ത് വെക്കുക. അതായത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പം ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, എന്നിട്ട് ഫിസിക്സ് ഭാഗത്തു നിന്ന് ഏതൊക്കെ ചോദ്യങ്ങളാണോ വന്നിട്ടുള്ളത്, അതായത് ഏതൊക്കെ ഭാഗത്തു നിന്നാണോ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതെന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ട് പഠിക്കുക. നമുക്കറിയുന്ന കാര്യമാണ്, പഴയ രീതിയിലല്ല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ചോദ്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ട്രെൻഡിനനുസരിച്ചിട്ട് നമ്മൾ മാറണം, നമ്മുടെ പഠന രീതിയും മാറണം. അതായത് ഏതൊരു ടോപ്പിക്ക് പഠിക്കുമ്പോഴായാലും പരന്ന വായന അത്യാവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഇല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ് കണ്ടിട്ടായാലോ അല്ലെങ്കിൽ കോച്ചിങ്ങിന് ചേർന്നിട്ടോ അല്ലെങ്കിൽ ടെലഗ്രാം വഴിയോ ഇങ്ങനെയുള്ള ജെന്യുവനായിട്ടുള്ള ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇൻഫർമേഷൻ പരമാവധി കളക്ട് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. എത്രത്തോളം നിങ്ങൾ വായിക്കുന്നോ അത്രത്തോളം നോളജ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഒരു PSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പല സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനുണ്ടാവും അല്ലേ. അപ്പം ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ ദിവസവും ഓരോ മണിക്കൂർ മാറ്റി വയ്ക്കുക. അതായത് ഒരു ദിവസം ജിയോഗ്രഫി പഠിക്കുക, ഒരു ദിവസം കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുക, അങ്ങനെ പഠിക്കുന്നതിനേക്കാൾ ദിവസവും ഓരോ ടോപ്പിക്കിന് ഓരോ മണിക്കൂർ വെച്ചിട്ട് പഠിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ പഠിക്കാൻ ചിലപ്പോൾ ടൈം പ്രോബ്ലം ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർ, അതായത് ചിലപ്പോൾ ജോലിക്ക് പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ ജോലി ഉണ്ടാവാം, അങ്ങനെ പല രീതിയിലുള്ള തിരക്കുള്ള വ്യക്തികളാണെങ്കിൽ കൂടി നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ജോലിക്ക് പോകുമ്പോഴായാലും തിരിച്ചു വരുമ്പോഴായാലും ഒരുപാട് നേരം ട്രാവൽ ചെയ്യുന്ന വ്യക്തി കൂടിയാണെങ്കിൽ പോലും ആ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ട് റിവിഷനൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ആ ടൈമൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഡെയിലി ഒരു 9 മണിക്ക്, രാത്രി 9 മണിക്ക് ഫ്രീ ആവുകയാണെങ്കിൽ ഈ രാത്രി 9 മണി തൊട്ട് 12 മണി വരെയും അതുപോലെ രാവിലെ 4:30 തൊട്ട് 6:30 വരെയും പഠിക്കാനുള്ള ഒരു ടൈം കിട്ടില്ലേ. അപ്പോൾ ആ ടൈം ഒരു 5 സബ്ജക്റ്റ് എങ്കിലും ഓരോ മണിക്കൂർ വെച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ പറയാനുള്ളത്, PSC പഠിക്കുന്ന മിക്കവരും ചെയ്യുന്ന വലിയൊരു മണ്ടത്തരാണ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ് ഇതൊക്കെ ലാസ്റ്റ് ടൈമിലേക്ക് പഠിക്കാൻ മാറ്റി വെക്കുന്നത്.
നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് നിങ്ങൾ ലാസ്റ്റ് ടൈമിലേക്ക് മാറ്റി വെക്കുന്നത്. ഒരു പക്ഷേ പരീക്ഷ എടുക്കുമ്പോൾ നിങ്ങളുടെ ടെൻഷൻ കാരണമോ സമയക്കുറവ് കാരണമോ അല്ലെങ്കിൽ മടി കാരണമോ ഈ ഒരു ടോപ്പിക്ക് പലപ്പോഴും നമ്മൾ എന്താ പറയുക നോക്കാതെ തന്നെ പോവുക ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യും, മാർക്കും കിട്ടാതെയാവും. അപ്പോൾ അങ്ങനെയുള്ള അബദ്ധം കാണിക്കാണ്ട് എപ്പോൾ നിങ്ങൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ തൊട്ടിട്ട് മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, കറണ്ട് അഫേഴ്സ് ഇതും കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി പഠിച്ചു പോവുക. കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താലും, അതായത് ഫോളോ ചെയ്താലും എന്താണ്, നമ്മുടെ ഓവർ തിങ്കിങ് പലപ്പോഴും പ്രശ്നമാകാറുണ്ടല്ലേ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും, നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ എക്സാമിന് വരുമോ, അല്ലെങ്കിൽ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടാവുമോ, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഓവർ തിങ്ക് ചെയ്യും. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ഓവർ തിങ്കിങ് മാറ്റുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഓവർ തിങ്ക് ചെയ്തുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ലല്ലോ. ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പഠന നിലവാരം അത് കൂട്ടുകയല്ലല്ലോ ചെയ്യുന്നത്, കുറയ്ക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസൾട്ട് എന്തും ആകട്ടെ ഞാൻ പഠിക്കും എന്ന ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന സംഭവം അങ്ങ് വിടുക. ഓക്കെ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആണെങ്കിൽ അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഏത് എക്സാമിനാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട സിലബസ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. സിലബസ് എടുത്ത് വെക്കുക എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഈ സിലബസ് എടുക്കാണ്ടിരുന്നാൽ പല കാര്യങ്ങളും നമ്മൾ മിസ് ചെയ്ത് പോകും. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുന്നേയുള്ള എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സിലബസ് ഒന്നും പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എനിക്കറിയാവുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്, ആ ഒരു ഏരിയ തന്നെ ഞാൻ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കും. പിന്നെ പുതിയ പുതിയ കാര്യങ്ങളൊന്നും ഞാൻ പഠിക്കാൻ വേണ്ടി പോവുകയില്ല. അപ്പോൾ എക്സാം വരും, എക്സാം വരുമ്പം ആ ഒരു മേഖലയിൽ നിന്ന് ചോദ്യം ചോദിച്ചാൽ കിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിന്. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് ശേഷമാണ് ഞാൻ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാൻ വേണ്ടി തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഏത് എക്സാമിന് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നോ എന്തായാലും ഒരു സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചേ പറ്റുള്ളൂ. അതാവുമ്പോൾ നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. അതിലെ ടോപ്പിക്കൊന്നും മിസ്സാവാതെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പോകാനും പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റഡി മെറ്റീരിയൽസ് കണ്ടെത്തുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നിങ്ങൾ റാങ്ക് ഫയൽ നോക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബിൽ ക്ലാസ് കാണുന്നവരായിരിക്കും, അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് എന്താ പറയുക അതിൽ നിന്ന് നോട്ട്സ് കളക്ട് ചെയ്തിട്ട് എഴുതുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഓൺലൈൻ കോച്ചിങ് ചെയ്യുന്നവരായിരിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒന്ന് സോഴ്സ് കണ്ടെത്തിയിട്ട് പഠിക്കുക. അല്ലാതെ ചുമ്മാ ഇങ്ങനെ ഒഴുക്ക് വെള്ളത്തിൽ പോകുന്ന പഠനം ആവരുത്. ഓക്കെ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് PYQ ആണ്. PYQ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ഒരു ഭാഗം പഠിക്കുമല്ലോ. അതായത് ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷനാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് വെച്ചോ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട PYQ ചെയ്യുക. PYQ ചെയ്യുമ്പം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതെന്ന്. അപ്പം അങ്ങനെയുള്ളതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് അഫേഴ്സ്, മാത്സ്, മലയാളം, ഇംഗ്ലീഷും ഇത് ഡെയിലി നോക്കുക. അല്ലാതെ ലാസ്റ്റ് മിനിറ്റിലേക്ക് അത് മാറ്റി വയ്ക്കരുത്. കാരണം എന്ന് വെച്ചാൽ കൂടുതൽ മാർക്കുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ഡെയിലി അത് ബാക്കിയുള്ള ടോപ്പിക്ക് പഠിക്കുമ്പം ഇതും ഒരുമിച്ച് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഓക്കെ. അടുത്ത കാര്യം എന്ന് പറയുന്നത് റിവിഷനാണ്. റിവിഷൻ നമ്മൾ ഒരാഴ്ച പഠിച്ച കാര്യം, അതായത് ലാസ്റ്റ് 2 ദിവസം ശനിയും ഞായറും നമ്മൾ എന്തായാലും റിവിഷൻ ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ വിചാരിക്കും എന്താ പഠിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടല്ലോ, എന്തിനാണ് റിവിഷന് ഈ 2 ദിവസമൊക്കെ കൊടുക്കേണ്ട ആവശ്യമുള്ളത്, ഒരു ദിവസം കൊണ്ട് തന്നെ അത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിട്ടാൽ പോരെ, അല്ലെങ്കിൽ വായിക്കേണ്ട ആവശ്യമുണ്ടോ, എനിക്കെല്ലാം ഓർമ്മയുണ്ട്, അങ്ങനെയൊരു ധാരണയാണ് ഉണ്ടാവുക. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. നിങ്ങളിപ്പോൾ മൺഡേ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെ ആയിക്കോട്ടെ അത് ശനിയോ ഞായറോ എത്തുമ്പോഴേക്കും മുക്കാൽ ഭാഗവും നിങ്ങൾ മറന്നിട്ടുണ്ടാവും. അത് ഉറപ്പാണ്. ഞാനീ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ, അപ്പോൾ വിശ്വാസം വരും. എന്തായാലും നിങ്ങൾ ഏറെക്കുറെയൊക്കെ മറന്നിട്ടുണ്ടാവും. അതുകൊണ്ട് അതൊന്നുകൂടി ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റിവിഷൻ ചെയ്യാൻ വേണ്ടി പറയുന്നത്. അടുത്തതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. പഠനം തുടങ്ങാൻ പലർക്കും പറ്റും അല്ലേ. അപ്പോൾ അത് നിലനിർത്തിയിട്ട് മുന്നോട്ട് പോയവരെ ഈ എക്സാമിൽ വിജയിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും ആവണമെങ്കിൽ നിങ്ങളും അതുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ചിലപ്പോൾ പഠിക്കാൻ പറ്റാത്ത ദിവസങ്ങൾ പോലും ഉണ്ടാവും അല്ലേ. ഞാൻ ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞാലും നമുക്കറിയാം നമ്മുടെ ജീവിതമാണ്, ഓരോ ദിവസം എങ്ങനെയാണ് സിറ്റുവേഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതിപ്പം ഇന്ന് കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്കതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റണമെന്നില്ല. ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാറി വരും. ചിലപ്പോൾ ഈ പഠിക്കുമ്പം തന്നെ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ മൈൻഡ് തളർന്നിരുന്നാൽ പിന്നീടുള്ള നഷ്ടം നമുക്ക് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ എത്ര ബുദ്ധിമുട്ടുണ്ടായാലും എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ പരമാവധി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒട്ടും ആവുന്നില്ല എന്നൊരു കണ്ടീഷൻ എത്തിയാൽ മാത്രമേ ആ ഒരു ദിവസം പഠിക്കാതിരിക്കാവൂ.
അല്ലെങ്കിൽ കുറച്ച് ടൈമേ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതെങ്കിൽ ആ ഒരു ടൈമെങ്കിലും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ ആ സമയത്തും പഠിക്കാതെ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ അങ്ങനെ കടന്നു പോകും, നമ്മുടെ വയസ്സും അങ്ങ് കൂടും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് പഠിക്കുന്നവരൊക്കെ അങ്ങ് കയറി ജോലിയിലെത്തിയിട്ടുണ്ടാവും. നമ്മൾ വീണ്ടും ഇതിങ്ങനെ തോണി തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉണ്ടാവുള്ളൂ, എവിടെയും എത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് പഠിക്കുന്ന സമയത്ത് കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കാൻ ശ്രമിക്കുക, എങ്കിൽ വിജയം ഉറപ്പായിട്ടും നിങ്ങളെ തേടിയെത്തും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ഞാൻ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവേ, താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.